ഇന്നത്തെ ഞായറാഴ്ച കാറിൽ കാടും കയറ്റി എങ്ങോട്ടാണ് പോകുന്നതെന്നറിയുമോ? ഹരിതാപയും പച്ചപ്പുമായിട്ട് നേരെ ആയുർവേദ ക്ലിനിക്കിലേക്കാണ്. ഈ വർഷത്തെ ടു ഡു ലിസ്റ്റുകൾ നീക്കുപോക്കില്ലാതെ അങ്ങ് തുടങ്ങിക്കളയാമെന്ന് വിചാരിച്ചു. ക്ലിനിക്കിൽ കയറുന്നതിന് മുമ്പ് കപ്പലിലുള്ള ചിലർ കരയിലെത്തിയെന്ന വിശേഷം അറിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ആകാശത്ത് പറക്കുന്ന പരുന്തിനെ നോക്കി പുഞ്ചിരി തൂകി പരിചയം പുതുക്കുന്ന, ചായ പോലും കുടിക്കാൻ മറന്ന പയ്യനെയാണ് കണ്ടത്. തന്നേക്കാൾ ഉയരെ പറക്കുന്ന പോയ കിളിയുമായി നിൽക്കുന്ന പയ്യനെ കണ്ടിട്ട് ജീവനും കൊണ്ട് പരുന്ത് വന്ന വഴിക്ക് സലാം പറഞ്ഞ് തിരികെ പോയി. ഇത് തന്നെ പറ്റിയ അവസരമെന്ന് കരുതി കൊണ്ടുവന്ന ഹരിതാപശേഖരം കാട്ടിക്കൊടുത്ത് നിർവൃതിയടഞ്ഞ് അളിയനെയും കൂട്ടിക്കൊണ്ട് ഞാൻ തിരികെ ക്ലിനിക്കിലെത്തി. അങ്ങനെ ഇവിടെ തുടങ്ങിയാണ് ഞങ്ങളുടെ സൺഡേ മിനി വ്ളോഗ്. ചെടികൾ ഒരുക്കാൻ എനിക്കും കൂടെ കൂടാൻ പറ്റുന്നൊരു ദിവസമാണ് ഞായറാഴ്ച. കാരണം ഞായറാഴ്ച ക്ലിനിക്ക് അവധിയാണ്. സ്ഥാനാർത്ഥിയെ പോലെ കൈവീശിയാണ് ഞാൻ മിക്കവാറും ക്ലിനിക്കിലേക്ക് വരിക. കാരണം മറ്റൊന്നുമല്ല, അവിടെ എൻ്റെ ഒരു കുഞ്ഞ് അയൽക്കാരനുണ്ട്. ഞങ്ങൾ ചെടികൾ ഓരോന്നായിട്ട് പറക്കി വെക്കാൻ തുടങ്ങി. കലാത്തിയും ഹെലിക്കോണിയൊക്കെ ഒരു മൂലയിൽ അങ്ങനെ അടുങ്ങിയിരുന്നു. അങ്ങനെ ഒടുവിലത്തെ ചട്ടിയും വെളിയിലെത്തി. പൊതുവെ ഞായറാഴ്ചകളിൽ ശാന്തമായും അലസമായും വീട്ടിലിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ജിത്തേട്ടനും അവധിയായതിനാൽ എന്നെ സഹായിക്കാനൊപ്പം കൂടി. അടുക്കി വെച്ച ചെടികൾ ഇനംതിരിച്ച് വെക്കുന്നതിനിടയിൽ ക്ലിനിക്ക് ഓപ്പൺ ആയതുകൊണ്ട് കുറച്ച് ആൾക്കാരെത്തി. ഒരിടവേള എടുത്തതിന് ശേഷം വീണ്ടും ജോലി തുടർന്നു. ഇതിനിടയിൽ ചോറുണ്ണാൻ വിളിക്കാൻ അനിയൻ വന്നുപോയി. കുറച്ചു കഴിഞ്ഞ് എന്തോ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അതുവരെ മസിലും പിടിച്ച് മതിലും ചാരി നിന്ന അളിയൻ കുഞ്ഞളിയൻ്റെ പാത പിന്തുടർന്നതാണ് കണ്ടത്. ഇവിടെ വന്നാൽ പിന്തുടരേണ്ടെന്ന ഏതോ ആചാരമാണെന്ന് പാവം തെറ്റിദ്ധരിച്ചെന്ന് തോന്നുന്നു. ഏതായാലും ചോറുണ്ടിട്ട് ബാക്കി. ഉച്ചയൂണിന് ശേഷം തിരികെ എത്തിയപ്പോൾ ഞങ്ങൾക്കൊരു സഹായിയും കിട്ടി. കൂട്ടായിരുന്നവർ വേർപിരിഞ്ഞ് ഓരോരോ ബോക്സുകളിലായി. അങ്ങനെ ഇനം തിരിഞ്ഞ് വേരുകളാഴ്ത്തി പടരാൻ ഒരു ചെറിയ പ്രോത്സാഹനം, വേർപിരിയലിന് ഒരു സമാശ്വാസം, അല്പം തണ്ണീർ തേവി കൊടുത്ത് പുതിയ ഇടങ്ങളെ പരിചയപ്പെടുത്തി 2026 സ്വാഗതം ചെയ്ത് കളിയും അല്പം കാര്യവുമായി ഒരു ഞായറാഴ്ച കൂടി അങ്ങനെ കടന്നുപോയി.